കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസ് ഗുഹാസ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റഡ് ചെയ്യപ്പെട്ട കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസ് ഗുഹാസ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റഡ് ചെയ്യപ്പെട്ട കോളേജുകളിലേക്ക് യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ആയുർവേദ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരുടെ സാന്നിധ്യമുള്ള ക്യാമ്പസ് എന്നുള്ള അടിസ്ഥാനത്തിൽ ഫ്രട്ടേണിറ്റിയുടെ ഹന്ന VP എന്ന് പറയുന്ന വിദ്യാർത്ഥി ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് നോമിനേഷൻ നൽകിയിരുന്നു. എന്നാൽ സ്ക്രൂട്ടിനി സമയത്ത് ക്യാമ്പസിൽ SFI യൂണിറ്റിന്റെയും അതുപോലെ റിട്ടേണിംഗ് ഓഫീസറുടെയും ഒക്കെ ഗൂഢാലോചനയുടെയും കൃത്രിമത്വത്തിന്റെയും ഫലമായിക്കൊണ്ട് ആ വിദ്യാർത്ഥിയുടെ നോമിനേഷൻ അകാരണമായി തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ക്വാളിറ്റി കൌൺസിലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ 1ാം റാങ്കിങ്ങിൽ നിൽക്കുകയും ദേശീയാടിസ്ഥാനത്തിൽ 3ാം റാങ്കിങ്ങിൽ നിൽക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് കോട്ടക്കൽ ആയുർവേദ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. എന്നാൽ നിരന്തരമായി ഈ സ്ഥാപനത്തിന്റെ അന്തസ്സിനും അഭിമാനത്തിനുമൊക്കെ ക്ഷതപ്പെടുത്തുന്ന രൂപത്തിൽ ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ അവിടെ SFI യൂണിറ്റ് സ്വീകരിച്ചു വരികയാണ്. SFI അവരുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമെന്നോണം നടത്തുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നമുക്കത് ബോധ്യപ്പെടും. പക്ഷേ സ്ഥാപനത്തിലെ റിട്ടേണിംഗ് ഓഫീസർ വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ ഈ ഒരു ഗൂഢാലോചനയുള്ള പങ്കാളിത്തം ചൂണ്ടിക്കാണിക്കുകയും അദ്ദേഹത്തിന്റെ നടപടി മോശമാണ് എന്നുള്ളത് അത് തിരുത്തണമെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ജില്ലാ നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. നേരത്തെ തലശ്ശേരിയിലെ ഗവൺമെന്റ് കോളേജുമായി ബന്ധപ്പെട്ട് സമാനമായ അർത്ഥത്തിലുണ്ടായ വിഷയത്തെ ചൂണ്ടിക്കാണിക്കുകയും ഹൈക്കോടതിയിൽ നിന്നുള്ള ജഡ്ജിന്റെ പ്രത്യേകമായിട്ടുള്ള ഉത്തരവ് കാണിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ ഇത് ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള രൂപത്തിലുള്ള ദാഷ്ട്യത്തോടു കൂടിയിട്ടാണ് റിട്ടേണിംഗ് ഓഫീസർ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ജില്ലാ നേതാക്കളോട് സംസാരിച്ചിട്ടുള്ളത്. SFIക്ക് വേണ്ടി SFI നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി വിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി റിട്ടേണിംഗ് ഓഫീസർ കൂട്ടുനിന്നു എന്നുള്ളത് വളരെ ഗൌരവത്തോടു കൂടിയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെറ്റായ നടപടി സ്വീകരിച്ചിട്ടുള്ള റിട്ടേണിംഗ് ഓഫീസർക്കെതിരെയും അതുപോലെ SFIയുടെ യൂണിറ്റിനെതിരെയും വളരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. അടുത്ത ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി നമ്മൾ മുന്നോട്ടു പോകും. ക്യാമ്പസുകളെ ജനാധിപത്യവൽക്കരിക്കുക എന്ന് പറയുന്ന ഫ്രട്ടേണിറ്റിയുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല എന്നുള്ളതാണ് ഈ ആയുർവേദ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ജനാധിപത്യ വിരുദ്ധമായ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ സ്ഥാനാർത്ഥിക്കെതിരെയുള്ള നീതി നിഷേധത്തോട് സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്.